ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ ചാനലിൽ കൂടുതൽ പറയുന്നത് ബിസിനസ് വീഡിയോസും പിന്നെ മണി മേക്കിംഗ് ഐഡിയാസും ആണ്. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരുപാട് ഐഡിയാസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയകളും പിന്നെ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയകളുമാണ്. ആദ്യത്തെ ഐഡിയ എന്താണെന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമുക്കൊരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഒരു 1000 രൂപയ്ക്ക് കിട്ടുന്നു. എന്നാൽ അതിന്റെ MRP റേറ്റ് വരുന്നത് ഏകദേശം 3000 രൂപയാന്ന് വിചാരിക്കുക. എന്നാൽ നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുക ഒരു 1500 രൂപയാന്ന് വിചാരിക്കുക. ആള് നമുക്ക് 1000 രൂപയ്ക്ക് തരുന്നു, അതിന്റെ MRP റേറ്റ് 3000 രൂപയാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് 1500 രൂപയ്ക്കാണ്. അപ്പൊ നമ്മുടെ ആ പ്രോഡക്റ്റ് ഒരു വെബ്സൈറ്റ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇതിനു ശേഷം ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുക. അത് കണ്ട ആളുകൾ അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പൈസ തരുന്നു. അപ്പൊ നമ്മൾ ആ പൈസ നമ്മുടെ ലാഭം, അതായത് 1000 രൂപ നമ്മൾ സപ്ലയറിന് കൊടുക്കണം. ബാക്കി 1500 രൂപയിലുള്ള ലാഭം 400 രൂപ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഈ മെത്തേഡ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുള്ളൂ. നമുക്ക് തരുന്ന നമ്മുടെ ലാഭവിഹിതം കഴിഞ്ഞിട്ട് അവര് തരുന്ന ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് മാത്രം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി. ബാക്കി ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ MRP റേറ്റിന് താഴെ കണ്ട് മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു ലാഭം ഈടാക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ 3000 രൂപയാണ് ഒരു പ്രോഡക്റ്റിന് വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും 3000 രൂപയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് ആ പ്രോഡക്റ്റിന് മേടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഈ രീതി പോകുന്നത്. ഇതിനിപ്പോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇല്ലെങ്കിൽ നല്ലൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നല്ല അത്യാവശ്യത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ യൂട്യൂബിൽ നല്ലോണം നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് ആൾക്കാർ അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ച് വീഡിയോ ഇടാം. ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പൊ വീഡിയോയുടെ നിങ്ങൾ താഴത്തെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു വീഡിയോ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ കുറിച്ചിടാം. അപ്പോൾ ഇതേപോലത്തെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ സപ്ലയറിന്റെ കയ്യിൽ നിന്ന് നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്ത് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ ഇടുന്നു. അതിന് ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മുടെ ലാഭവിഹിതം എടുത്തിട്ട് ബാക്കിയുള്ള പൈസ നമ്മൾ സപ്ലയറിന് കൊടുക്കുന്നു. അപ്പൊ അവരുടെ അഡ്രസ്സിലേക്ക് ആർക്കാണോ കസ്റ്റമർ നമുക്ക് തരുന്ന അഡ്രസ്സും കൂടി നമ്മൾ ഈ സപ്ലയറിന് കൊടുക്കുന്നു. അപ്പൊ സപ്ലയർ അവരുടെ അടുത്തേക്ക് ആ പ്രോഡക്റ്റ് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ രീതി പോകുന്നത്. അപ്പൊ രണ്ടാമത്തെ ഐഡിയ എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു. റീപാക്കിംഗ് ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മൾ ഒരിക്കലും പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. മാനുഫാക്ചറിങ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ അത് റീപാക്ക് ചെയ്ത് നമ്മുടെ നല്ല ബ്രാൻഡിങ് നെയിമും ബാനർ നെയിമും എല്ലാം കൊടുത്ത് റീപാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നു. അതിനെയാണ് റീപാക്കിംഗ് ബിസിനസ് എന്ന് പറയാം. റീപാക്കിംഗ് ചെയ്യണതിന് നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ GST വേണം, അതുപോലെ തന്നെ പേക്കർ ലൈസൻസ് വേണം. ഇനി ഫുഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ റീപാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും കൂടി വേണം. പിന്നെ ഫുഡ് പ്രോഡക്റ്റ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. റീപാക്കിംഗ് എന്തൊരു പ്രോഡക്റ്റും നമുക്ക് മാനുഫാക്ചർ ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് റീപാക്ക് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കുറച്ചും കൂടി റിസ്ക് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് റീപാക്കിംഗ് ബിസിനസ്. അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ബാഗ്സും ഈ ടോട്ടെ ബാഗ്സിൽ അതുപോലത്തെ ബാഗ്സും അതുപോലെ തന്നെ ടീഷർട്ടും പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ കാണുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ തൊട്ട് ആ മെഷീൻ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇന്ത്യ മാർട്ട് പോലത്തെ ആപ്പിൽ കയറുകയാണെങ്കിൽ ഇഷ്ടം പോലെ മെഷീൻ സെയിൽ ചെയ്യുന്ന ആൾക്കാർ കോണ്ടാക്ട് കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു മെഷീൻ ഏകദേശം 10,000 രൂപ തൊട്ട് എന്നുള്ള മെഷീൻസ് ഉണ്ട്. അങ്ങനെ ഒരു മെഷീൻ മേടിച്ച് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ടീഷർട്ടും ബാഗുകളും ഒക്കെ സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ലോണം ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ പറയും വേണ്ട, നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീൻ മേടിക്കണം എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രം, പിന്നെ അതിന്റെ ക്ലോത്തിങ് മെറ്റീരിയലിനുള്ള റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത് അതിന്റെ ക്ലോത്തിന്റെ മെറ്റീരിയൽ ആണ്. അതും കൂടി മേടിക്കാനുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. എന്നാൽ ഒരു ടീഷർട്ടിന് ഒരു ബാഗിന് നമുക്ക് 350-400 രൂപ വരെ നമുക്ക് മേടിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയും കൂടി ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ടീഷർട്ടും ബാഗും പ്രിന്റ് ചെയ്ത് ആൾക്കാരിൽ എത്തിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന ഐഡിയ ആണ് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഹാമ്പേഴ്സോ കീ ഹോൾഡേഴ്സോ ഇല്ലെങ്കിൽ ഷോ പീസസോ ക്ലോക്കുകൾ, ഹാൻഡ് മെയ്ഡ് ക്ലോക്കുകൾ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ക്രാഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആമസോൺ വഴി
സെയിൽ ചെയ്യാൻ പറ്റും. ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക വേണ്ടു. 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആമസോൺ വഴി നമ്മൾ സെല് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് GST ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി നമ്മൾ നന്നായി ഒന്ന് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എക്സ്ട്രാ ഒരു ഇൻകം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട്, തുടർന്ന് വരുന്നുണ്ട്. അപ്പൊ അതേപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.